വരട്ടെ വരാം. ഹായ് യുമ്ന, സുഖമാണോ? എന്തായാലും ആദ്യം തന്നെ ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്രയും ഒരു ഇന്ത്യയിൽ തന്നെ വലിയൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി നമുക്ക് ഏവർക്കും അഭിമാനം തരുന്ന രീതിയിൽ യുമ്ന ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ യുമ്നെ ഞാൻ ആദ്യം കാണുന്നത് പട്രുമാലിൻ്റെ കൈരളി ടി വിയിലെ പട്രുമാലിലെ മെഗാ ഫിനാലെ നടക്കുന്ന ഷോയിലാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു പെർഫോമറാണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം പട്രുമാലിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് യുമ്ന. അപ്പോൾ അവിടെ മത്സരിച്ചിട്ട് ഇപ്പോൾ ഈയിടെ നാദർ ഷെയ്ഖയും ഫേസ്ബുക്കിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു. ഇതുപോലെ ഡേഞ്ചർ സോണിലായ കാര്യമൊക്കെ ഞാൻ ആ പോസ്റ്റിലൂടെയാണ് അറിഞ്ഞത്. എന്താണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു ബാഡ് എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലും അവഗണനകൾ എന്തെങ്കിലും യുമ്ന നേരിടുന്നുണ്ടോ? യുമ്ന അവിടെ എങ്ങനെയാണ് മറ്റേ ഈ പറഞ്ഞ ഹിന്ദി സ്റ്റുഡിയോകളിലൊക്കെ എങ്ങനെയാണ് ഈ ആൾക്കാർ തമ്മിൽ തീഷ്ണമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ കുറുമ്പും കുസൃതിയും അതിനോടൊപ്പം തന്നെ അല്പം കുനിഷ്ടും കുശുമ്പും ഒക്കെ ഉണ്ടാവൂലേ? അതെന്തായാലും എല്ലാവരും മനസ്സിലുണ്ടാവും. പുറത്താരും കാണിക്കാറില്ല. എല്ലാരും വളരെ ഹായ് ഹവാറി എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഉള്ളില് ഇവള് നാവ് പഴക്കട്ടെ അല്ലേ? ഉള്ള കാര്യം പറഞ്ഞ പക്ഷെ ആരും പിടിപിടിക്കുന്നില്ല അല്ലേ? എല്ലാരും കട്ടയ്ക്ക് കെട്ടണമെന്ന് വെച്ചാല് ഭയങ്കര ഇതുവരെ സാരഗമപാൽ ലിൻചാൻസിൽ ഇത്ര സാരഗമപാലിന് ഇത്ര ടൈറ്റ് കോമ്പറ്റീഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനും എന്റെ മാക്സിമം ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ടെൻഷൻ ഉണ്ടോ? നജീം ചോദിച്ച പോലെ ഒരു ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ എന്തായാലും ഉണ്ടാവും. കാരണം എല്ലാരും ഒരു പോയിന്റ് പോലും വിടുന്നില്ല. മറ്റുള്ളവരൊരു പോയിന്റ് വിടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാരും നന്നായി പാടട്ടെ, ഞാനും അതിന്റെ കൂടെ നന്നായി പാടട്ടെ. നല്ല മനസ്സൊക്കെയാണ്, പക്ഷേ ഉള്ളിലെന്തോ ഒരു ചെറിയ ഇതുണ്ട്. പക്ഷെ ഇപ്പോഴെങ്കിലും എന്താണ് ഇമ്നയുടെ മനസ്സിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഈ പട്ടം കിട്ടുവോ? കപ്പ് കിട്ടുവോ? ലാല് പറഞ്ഞ ഗപ്പുമായിട്ട് വരുവോ? ഞാൻ മാക്സിമം ശ്രമിക്കും ഫൈനലിൽ വരെ എത്താൻ. എന്നിട്ട് കേരളത്തിന്റെ പേര് നല്ലതാക്കാൻ ഞാൻ 100% ശ്രമിക്കും. 100%. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ ഇന്നൊക്കെ